പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ നാം ക്രിസ്ത്യാനികളാണോ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ അനുയായികളാണോ, അതോ വെറും ഒരു മതത്തെ ആചരിക്കുകയും ഒരു സഭയോട് ഒരു നാമധേയമായി ബന്ധം പുലർത്തി അതിൻ്റെ എന്തെങ്കിലും ഗുണഫലം പ്രാപിപ്പാൻ സാധ്യമാണോ എന്ന് പ്രതീക്ഷിക്കുന്നവർ മാത്രമാണോ? നാം ആരാണ്? ഇത് തിരിച്ചറിയുവാൻ, അല്ലെങ്കിൽ ഇതിന് ഒരു ഉത്തരം കണ്ടുപിടിക്കുവാൻ, സത്യസന്ധമായ ഉത്തരം കണ്ടുപിടിക്കാൻ നിങ്ങൾക്കേവർക്കും അതീവമായ താല്പര്യമുണ്ടായിരിക്കുമെന്നതാണ് എൻ്റെ പ്രതീക്ഷ. അല്ലാതിരിക്കാൻ ഒരു മാർഗവുമില്ല, ഒരു സാധ്യതയുമില്ല. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം ആരാണ്? നാം എവിടെ നിൽക്കുന്നു? നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്ക് ഓരോരുത്തർക്കും നമ്മളെപ്പറ്റി ചില ധാരണകളുണ്ട്. ആ ധാരണകൾ ശരിയാണോ? ഏത് വിധത്തിൽ, ഏതർത്ഥത്തിൽ ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ്? എല്ലാറ്റിനും ഉപരിയായി നാം മനസ്സിലാക്കാൻ കൂട്ടാക്കാത്ത, എന്നാൽ നമ്മുടെ ഉള്ളിൽ തന്നെ വസിക്കുന്ന വലിയ സാധ്യതകൾ ഏതൊക്കെയാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി തീർച്ചയായും വ്യക്തമായ ധാരണ അല്ലെങ്കിൽ ഒരു അറിവ് പ്രാപിക്കുന്നത് വളരെയധികം നന്മ ചെയ്യും എന്ന് നിങ്ങൾക്ക് ഏവർക്കും പെട്ടെന്ന് തിരിച്ചറിയാവുന്നതാണ്. അതാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. അതുകൊണ്ട് നമുക്കിത് ഒരുമിച്ച് ചിന്തിക്കുന്ന ഒരനുഭവത്തിലേക്ക്, ഒരു മേശയ്ക്ക് ചുറ്റുവരുന്ന മുഖാമുഖമായി പരസ്പര സ്നേഹമുള്ളിൽ നിറഞ്ഞു കവിയുന്ന അവസ്ഥയിൽ നാം പങ്കിടുന്ന ചിന്തകളായി നമുക്ക് ഇതിനെ പരിഗണിക്കാം. ഞാൻ ഈ ചിന്തകൾക്കൊരു പശ്ചാത്തലം കുറിക്കുന്നതിന് വേണ്ടി ഒരു കാര്യം ആദ്യമേ പറയട്ടെ. ഞാൻ യൂട്യൂബ് ചാനൽ ആരംഭിച്ചപ്പോൾ ഒരു 10 വർഷം കൊണ്ട്, 2010 ഇത് ആരംഭിച്ചത്, 12 വർഷം, 2023 വരെ ഇത് ആകെപ്പാടെ 123 അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. 2010 തൊട്ട് 2023 വരെ, അത് ഈ വർഷം വരെ, ഈ വർഷം ഏതാണ്ട് മാർച്ച് വരെ 123 അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതിന് പ്രധാനപ്പെട്ട കാരണം, ഞാൻ ഇത് അവഗണിച്ച് വെച്ചിരുന്നു. എനിക്ക് യൂട്യൂബ് ചാനലുമായിട്ട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. യൂട്യൂബ് ചാനൽ കാണാനുള്ള സമയം എനിക്കില്ലായിരുന്നു. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എന്നെ ഇവിടെ നിർബന്ധിച്ച് എൻ്റെ വീട്ടിൽ വന്ന് ഞാനിത് ചെയ്തു തരാം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത ഒരു ചാനലാണിത്. അപ്പം എനിക്കിതിനകത്ത് താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കി ഞാനിതിൽ താല്പര്യം എടുത്ത് ഇതിനെ റിവൈവ് ചെയ്തപ്പോൾ പല ആളുകൾ എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, താങ്കളുടെ അഭിപ്രായങ്ങൾ, അവതരണ രീതികൾ, ഉള്ളടക്കങ്ങൾ വിലപ്പോകുകയില്ല. അത് വലിയ ആശയങ്ങളൊക്കെ ആയിരിക്കും. ഒരു പക്ഷേ മറ്റാരും പറയാത്തത് പറയാൻ തങ്ങൾക്ക് കാണാം. പക്ഷേ അതൊന്നും കേരളത്തിൽ വിലപ്പോകത്തില്ല. കേരളത്തിലെ ക്രിസ്ത്യാനിക്ക് ഇതൊന്നുമല്ല താല്പര്യം. അവർക്ക് വളിപ്പും, അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ, നാടകീയമായ സംഭവങ്ങൾ നടക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുവാൻ താല്പര്യമുള്ള ആരും കേരളത്തിലില്ല. അതുകൊണ്ട് ഇത് വൃഥയാണ്, സമയം വെറുതെ പാഴാക്കുകയാണ്. അതുകൊണ്ട് ഇതങ്ങ് നിർത്തുന്നതാണ്. പ്രത്യേകിച്ച് ദീർഘമുള്ള വീഡിയോ ആരും കാണത്തില്ല. 5 മിനിറ്റിൽ കൂടുതൽ ഒരു വീഡിയോ കണ്ടിരിക്കാൻ ആർക്കും സാവകാശമില്ല, ക്ഷമയില്ല. അതുകൊണ്ട് ഇത് അമ്പേ പരാജയമായിരിക്കും. ആദ്യമേ ഇതങ്ങ് നിർത്തുന്നതാണ് ബുദ്ധി എന്ന് എന്നെ ഉപദേശിച്ച പലരുമുണ്ട്. ആ സമയത്ത് അതെന്നെ അല്പം ചിന്തിക്കുവാനിടയാക്കി. അതെന്നെ ബാധിച്ചു എന്ന് പറയാതിരിക്കാനൊരു നിവൃത്തിയുമില്ല, സത്യം പറയണമല്ലോ. അതുകൊണ്ട് തന്നെ എന്നാൽ ഞാനതിനെപ്പറ്റി ചിന്തിച്ച് ധ്യാനിച്ച് ഒരു അവസ്ഥയിലെത്തി.
എന്താണത്? എൻ്റെ മനസ്സിൽ വ്യക്തമായി തെളിഞ്ഞു വന്നൊരു കാര്യം, എനിക്ക് എൻ്റെ സഹവിശ്വാസികളെ പറ്റി ഒരു ബഹുമാനം ഉണ്ടാകണം. അവരിൽ ഉള്ള സാധ്യതകളെപ്പറ്റി എനിക്കൊരു വലിയ പ്രത്യാശയുണ്ടായിരിക്കണം. എന്തുകൊണ്ടുണ്ടാകണം? അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ. അതാണ് നാം യേശുവിൽ കാണുന്ന ഏറ്റവും മഹനീയമായ ഒരു പ്രത്യേകത. നിങ്ങൾ സുവിശേഷങ്ങൾ ഇനിയും വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കൂ. പലതരത്തിലുള്ള ആളുകൾ യേശുവിൻ്റെ അടുത്ത് വരുന്നുണ്ട്. സാധാരണ കണ്ണിൽ കൂടെ നോക്കിയാൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത വ്യക്തികൾ യേശുവിൻ്റെ അടുത്ത് വരുന്നുണ്ട്. യേശു അവരെ എങ്ങനെയാണ് കാണുന്നത്? അവർ കാണുന്നത് പോലെയല്ല, സമൂഹം കാണുന്നത് പോലെയല്ല. യേശു കാണുന്നത് വേറൊരു കണ്ണുകൊണ്ടാണ്. അവരിൽ മറഞ്ഞിരിക്കുന്ന നല്ല സാധ്യതകളെ യേശു കാണുകയും അതിനെ പുനർജീവിപ്പിക്കുവാൻ, ആക്ടിവേറ്റ് ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെയൊരു കണ്ണ് യേശുവിനില്ലായിരുന്നെങ്കിൽ യേശു ഒന്നും ചെയ്യുമായിരുന്നില്ല. അതുകൊണ്ട് യേശുവിൻ്റെ അനുയായികൾ എന്ന് പറയുന്ന നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഗുണം, മറഞ്ഞിരിക്കുന്ന സാധ്യതകളെ കാണുകയും അതിന് ജീവൻ കൊടുക്കുകയും അതിനെ പുനർജീവിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ആ ഒരു സംരംഭത്തിൽ അല്ലെങ്കിൽ സമീപനത്തിൽ നമുക്ക് പലവിധമായ നിലവിലിരിക്കുന്ന ധാരണകളുടെ പ്രതിരോധങ്ങൾ അതിജീവിക്കേണ്ടി വരും. ഒരു സമൂഹത്തിൽ പലവിധമായ ധാരണകളുണ്ട്. നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ തന്നെ അനേക ധാരണകളുണ്ട്. ഇതൊക്കെയും വിശ്വാസത്തിൻ്റെ പ്രവർത്തന രീതിക്ക് വിരുദ്ധമായ ധാരണകളാണ് എന്ന് പലരും, വിശ്വാസികൾ പോലും തിരിച്ചറിയുന്നില്ല. അപ്പോൾ എനിക്ക് ഈ ചാനൽ പുനർജീവിപ്പിക്കുന്നതിനും അതിൽ കൂടെ നിങ്ങളെ ഓരോരുത്തരോടും സമ്പർക്കം സ്ഥാപിക്കുന്നതിനും ഇടയായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഞാൻ നിങ്ങളിലുള്ള നന്മയിൽ വിശ്വസിക്കുന്നു. ഞാൻ എല്ലാവരിലും മറഞ്ഞു കിടക്കുന്ന നന്മയിൽ വിശ്വസിക്കുന്നു. ഞാൻ നന്മ എന്ന് പറയുമ്പോൾ ദൈവികമായ അംശം എന്നാണ് എൻ്റെ അർത്ഥം. യേശു എന്നാണ് പറഞ്ഞത്, നല്ലവൻ ഒരുവൻ മാത്രമല്ലേ ഉള്ളൂ, അത് ദൈവമാകുന്നുവല്ലോ. അപ്പം നമ്മുടെ നന്മ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ദൈവികമായ അംശമാണ്. ആ ഒരു യാഥാർത്ഥ്യം ഹിന്ദു മതത്തിൽ പ്രത്യേകിച്ച് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നമസ്തേ എന്ന് പറയുന്നത്. ഞാൻ നിൻ്റെ ഉള്ളിലുള്ള ദൈവാംശത്തെ നമസ്കരിക്കുന്നു, വന്ദിക്കുന്നു എന്നാണ് ഈ നമസ്തയുടെ അർത്ഥം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവികമായൊരു മർമ്മമുണ്ട്. അത് യേശു വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നത്, ആരും വിളക്ക് കത്തിച്ച് പറയും കീഴിൽ വെക്കുന്നില്ല, തണ്ടിന്മേലത്രേ വെക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ വെളിച്ചം ആ ഭവനത്തെ ദീപ്തമാക്കുന്നു. അപ്പോൾ എൻ്റെ അർത്ഥം, നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ട്. വ്യത്യാസം എവിടെയാണ്? ആ വെളിച്ചം ബഹിർഗമിക്കുന്നുവോ, ആ വെളിച്ചം ബാഹ്യലോകത്തിൽ യാഥാർത്ഥ്യമായി തീരുന്നുവോ, അല്ലെങ്കിൽ ആ വെളിച്ചത്തെ നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തിൽ കൂടെയും പ്രവൃത്തിയിൽ കൂടെയും നമ്മുടെ വാക്കുകളിൽ കൂടെയുമൊക്കെ പ്രകടിപ്പിക്കുവാൻ സാധ്യമാകുന്നുണ്ട്. ഉള്ളിലുള്ള നന്മ നമുക്ക് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ കഴിയുന്നില്ല എന്നതാണ് നമ്മുടെ അവസ്ഥ. ഉള്ളിൽ നന്മയുടെ കിരണമില്ലാതെ ലോകത്തിൽ ആരും, ഈ ഭൂമിയുടെ പരപ്പിൽ ആരും ജീവിക്കുന്നില്ല, ജീവിച്ചിരുന്നിട്ടില്ല. എന്നാൽ ആ ഉള്ളിലുള്ള നന്മ അത് ദൈവം നിക്ഷേപിച്ചതാണ്, സൃഷ്ടാവിൻ്റെ ദാനമാണ്. അത് ഉപയോഗിക്കുന്ന തോതിൽ വ്യത്യാസം വരും. ചിലർ പൂജ്യമായിരിക്കും. താരതകളുടെ ഉപമയിൽ മൂന്നാമത്തെ ദാസൻ തനിക്ക് കിട്ടിയ താലന്ത് കുഴിച്ചിട്ടു എന്ന് പറയുന്നത്. അവിടം തൊട്ട് 100% ഉപയോഗിക്കുന്നവർ കാണും, അല്ലെങ്കിൽ 95% ഉപയോഗിക്കുന്നവർ കാണും, 20% ഉപയോഗിക്കുന്നവർ, 37 ആയിരിക്കും, അല്ല 43 ആയിരിക്കും. ആ ഒരു ഉപയോഗിക്കുന്ന തോതിൽ വ്യത്യാസം വരും. അപ്പോൾ യേശു 100% അത് ഉപയോഗിച്ചു. അതുകൊണ്ട് യേശു ലോകത്തിൻ്റെ വെളിച്ചമായി.
വെളിച്ചമെന്ന് പറയുന്നത് ദൈവം നമ്മുടെ ഉള്ളിൽ സ്ഥാപിച്ച നന്മയുടെ ഏത് തോതിൽ നാം പ്രയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ 7 വാട്ട്സിൻ്റെ ബൾബുണ്ട്, 15-ൻ്റെ ഉണ്ട്, 20-ൻ്റെ ഉണ്ട്, 37-ൻ്റേതുണ്ട്, 40-ൻ്റെ ഉണ്ട്, 100-ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ടേബിളിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത് 400 വാട്ടിൻ്റെ ഒരു ബൾബാണ്. അങ്ങനെ പല വിധത്തിൽ എല്ലാം ഇലക്ട്രിസിറ്റിയാണ്. പക്ഷേ അതിൻ്റെ വെളിച്ചത്തിൻ്റെ തോത് നാം ഉപയോഗിക്കുന്ന ബൾബിനെ ആശ്രയിച്ചിരിക്കും. അതുപോലെ തന്നെയാണ് മനുഷ്യ ജീവിതവും. ഏതായാലും തീർച്ചയായും ആ ദൈവ അംശം നമ്മുടെ ഉള്ളിലുണ്ട്. ഇങ്ങനെയൊരു പ്രതീക്ഷ, ഇങ്ങനെയൊരു വിശ്വാസം, ഉറച്ച വിശ്വാസം എനിക്കില്ല എങ്കിൽ എനിക്ക് ഈ ഒരു ദൗത്യം നിർവഹിക്കാൻ ഒരു വിധത്തിലും സാധ്യമല്ല. യേശുവിൻ്റെ വചനത്തിൻ്റെ വെളിച്ചം നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ ഉണരും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമില്ലെങ്കിൽ എനിക്ക് ഈ ദൗത്യം നിർവഹിക്കാൻ സാധ്യമല്ല. കാരണം ഇത് വളരെ ക്ലേശമേറിയ ഒരു ദൗത്യമാണ്. ഇതിൽ എത്രമാത്രം അധ്വാനം ഉൾക്കൊള്ളുന്നുവെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യം അതിൽ നിലനിൽക്കുവാൻ പരിമിതമായ ആരോഗ്യ അവസ്ഥയിൽ ഇത്രമാത്രം കഠിനമായി അധ്വാനിക്കുവാനും അനുദിനം ഈ പ്രക്രിയയിൽ കൂടെ വളരുവാനും അതെൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നാം ഒരു ദൗത്യത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശമ്പളം എന്താണ്? നമ്മുടെ വളർച്ചയാണ്. അതിൽ തന്നെ ഒരു വിഷയമാണ് ഞാൻ ഇപ്പോൾ കൂടുതലായി പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇത് വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു കാര്യമാണ്. രണ്ടാമത്, എൻ്റെ ഒരു വലിയ 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 ആഗ്രഹം, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വാർദ്ധക്യകാലത്ത് നിങ്ങളുടെ മക്കളാൽ, നിങ്ങളുടെ കൊച്ചുമക്കളാൽ ബഹുമാനിക്കപ്പെടണം. നിങ്ങൾ ഭവനത്തിലുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ് എന്ന് അവർ പറയണം. അങ്ങനെ പറയണമെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വളരണം. നിങ്ങളുടെ സാന്നിധ്യം വെളിച്ചത്തിൻ്റെ സാന്നിധ്യമായി നിങ്ങളുടെ ഭവനത്തിലുള്ള ആളുകൾ അറിയണം. നമുക്ക് നൊബേൽ പ്രൈസ് കിട്ടിയോ, അല്ലെങ്കിൽ പുലിറ്റ്സർ പ്രൈസ് കിട്ടിയോ, അല്ലെങ്കിൽ പരമവീര ചക്ര കിട്ടിയോ, അല്ലെങ്കിൽ പത്മവിഭൂഷൺ കിട്ടിയോ, അല്ലെങ്കിൽ ഭാരത് രത്ന കിട്ടിയോ, ഇതൊന്നുമല്ല പ്രശ്നം. ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ സായാഹ്നകാലത്ത് നമ്മുടെ ഭവനത്തിൽ നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ കണ്ണിൽ നമുക്ക് വിലയുണ്ടോ ഇല്ലയോ, അതിനപ്പുറത്ത് ഒരു നേട്ടവും ലോകത്തില്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിൽ നാം ആയിത്തീരണമെങ്കിൽ തീർച്ചയായും നിങ്ങളത് കാക്ഷിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നാം അതിനുവേണ്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്? നമ്മുടെ വ്യക്തിത്വത്തിൽ യേശുവിൻ്റെ വ്യക്തിത്വം പോലെ നമ്മുടെ വ്യക്തിത്വം വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധ്യമാകും എന്നതാണ് സുവിശേഷത്തിൻ്റെ ഏറ്റവും ആഹ്ലാദപൂർണമായ ഒരു ദൂത്. സകല ജനത്തിനും ഉണ്ടാകേണ്ട മഹാസന്തോഷം അത് തന്നെയാണ്. അപ്പോൾ അപ്രകാരം ഒരു വളർച്ചയ്ക്ക് സാധ്യതയുണ്ട് എന്നും ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ഈ 2 വിശ്വാസത്തിൽ മാത്രമാണ് ഈ ആത്മീയ ദൗത്യം ഉറച്ചു നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ബോധ്യമായി കാണും. അതുകൊണ്ടാണ് നിങ്ങൾ നിരന്തരമായി വളരെ താല്പര്യത്തോടെ ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഞാൻ മാനിക്കുന്നു. നിങ്ങൾക്കായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം പറയുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ സാധ്യതകളുണ്ട്. പക്ഷേ നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ, ഇപ്പോൾ സഭാപരമായ ജീവിതമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ധാരാളമായുള്ള കുട്ടി ദൈവങ്ങളുടെ ശുശ്രൂഷകളും ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ ക്രിസ്തീയ വിദ്യാഭ്യാസം കൊണ്ടാകട്ടെ, അല്ല കുടുംബത്തിൽ തന്നെയുള്ള പാരമ്പര്യം കൊണ്ടാകട്ടെ, ഈ സാധ്യതകൾ ഉണരുവാനോ വളരുവാനോ ഉള്ള സാഹചര്യം നന്നേ കുറവാണ്. ഭൂരിപക്ഷം ഇടങ്ങളിലും അതില്ലതാനും. അങ്ങനെയുള്ളൊരു വലിയ ദാരിദ്ര്യം ക്രിസ്തീയ സമൂഹത്തിൽ സങ്കടകരമെന്ന് പറയട്ടെ നിലനിൽക്കുന്നുണ്ട്. അതിനെപ്പറ്റി കൂടെ ബോധ്യപ്പെടുക എന്നതും, അല്ലെങ്കിൽ ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നതും നമ്മുടെ കടമയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു സാധാരണ യൂട്യൂബ് ചാനലല്ല എന്ന് പലതവണ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്.
ഇത് നാം പങ്കെടുക്കുമ്പോൾ ഇതൊരു പരിശുദ്ധമായ നാം എല്ലാവരും തുല്യ പങ്കാളിത്തമുള്ള ഒരു ദൗത്യമാണ്. ആത്യന്തികമായി ഇതിൽ നാം ദൈവത്തോട് ഉത്തരം പറയേണ്ടവരാണ്, കടപ്പെട്ടവരാണ്. ആ അച്ചടക്കത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. അങ്ങനെ ഒരു സാധ്യത, അത് അനുഗ്രഹിക്കപ്പെട്ട സാധ്യതയാണെന്ന് എൻ്റെ മനസ്സിൽ യാതൊരു സംശയമില്ല. അത് സാധ്യമാണ് എന്നതിനെപ്പറ്റി എനിക്ക് പൂർണ്ണ വിശ്വാസമില്ലെങ്കിൽ, അല്പം പോലും സംശയം എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ഇനിയും നമുക്ക് ഈ ചിന്ത കുറച്ചുകൂടി വ്യക്തമാകുന്നതിന് മുൻപോട്ട് പോകാം. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞത് എൻ്റെ ചിന്തയിൽ, ധാരണയിൽ, വിശ്വാസത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ദൈവസ്ഥാപിതമായ വെളിച്ചമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ വലിയ സാധ്യതകൾ, നിങ്ങളുടെ ഉള്ളിൽ വലിയ സാധ്യതകൾ ഒരുപക്ഷെ നിങ്ങൾ അറിയുന്നതിന് 100 മടങ്ങ് ഇരട്ടി സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയുകയും വിശ്വസിക്കുകയും ചെയ്യണം. അത് ഈ ചാനലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. കാരണം അതായിരുന്നു യേശുവിൻ്റെ ലക്ഷ്യം. അല്ലെങ്കിൽ യേശു പറയുമായിരുന്നില്ല, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നാം ആരാണെന്നും നമ്മുടെ ഗാംഭീര്യം എന്താണെന്നും നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വിലതീരാത്ത നിധി എന്താണെന്നും നാം ലോകത്തിലെ ഏറ്റവും വലിയ കുബേരന്മാരാണ് എന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതാണ് സങ്കടം. യേശു കണ്ണുനീർ വാർത്തു. ഇനി നമ്മുടെ ഈ നന്മയുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ സാധ്യതയുടെ അടിസ്ഥാനം ദൈവം പണിതതാണ്. ഇറ്റ്സ് ഗോഡ് ഹു ഇൻവെസ്റ്റഡ് ഹിസ് ബ്രെത്ത് ഇൻ ടു അസ്, ഇല്ലേ? അത് നാം വിശ്വസിക്കുന്നുവോ? അത് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു കാലത്തും ആർക്കും നശിപ്പിക്കാൻ കഴിയാത്ത നന്മയുടെ വിത്ത് മറഞ്ഞു കിടപ്പുണ്ട്. പക്ഷേ ആ വിത്ത്, യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, വിത്തായി മാത്രം ഇരുന്നാൽ പോരാ. ദ സീഡ് ഷുഡ് നോട്ട് സ്റ്റേ ഓൺലി ആസ് സീഡ്. അത് വിതയ്ക്കപ്പെട്ട് വളർന്ന് വലിയ കൊയ്ത്തുണ്ടാകണം. അതാണ് വ്യക്തിത്വം. ഞാൻ വ്യക്തിത്വത്തിന് ഇപ്പോൾ ഒരു നിർവചനം നിങ്ങൾക്ക് നൽകി. എന്താണ്? വിത്ത് മുളച്ച് കൊയ്ത്തായിത്തീരുന്ന ആ സക്രിയമായ പ്രക്രിയയാണ് വ്യക്തിത്വം. അത് വ്യക്തമായ യേശുവിൻ്റെ പഠിപ്പീരാണ്. യേശുവിൻ്റെ പഠിപ്പീരിൽ നിന്ന് മാത്രമാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ലോകത്തിലെ ഭൂരിപക്ഷം ആളുടെ അവസ്ഥ എന്താണ്? ദൈവസ്ഥാപിതമായ വിത്ത് അതുപോലെ അങ്ങനെ ഇരിക്കുകയാണ്, ഒന്നും സംഭവിക്കുന്നില്ല. അത് പൊട്ടിമുളയ്ക്കത്തക്കുള്ള സാഹചര്യം ആരും സൃഷ്ടിക്കുന്നുമില്ല. അത് വളരുന്നില്ല. അത് വളരാത്തത് കൊണ്ടാണ് ലോകത്തിൽ ദൈവമില്ല എന്ന ഒരു ചിന്തയുണ്ടാകുന്നത്. അത് വളരാത്തത് കൊണ്ടാണ് ലോകത്തിൽ ജീവിതത്തിന് അർത്ഥമില്ല. ഇതൊരു അർത്ഥശൂന്യമായ ഭാരമാണ്, ഇത് ഒടുക്കിക്കളയുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് ലോകത്തിൽ ആത്മഹത്യ വളരെ കൂടി വരുന്നതെന്ന് നമുക്കറിയാം. മനുഷ്യന് വിലയില്ലാതെ വരുന്നൊരവസ്ഥ നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകമായ ശാപമാണ്. മനുഷ്യന് വിലയില്ല. കാരണം മനുഷ്യനെ കാണുന്ന കണ്ണ് ഭൗതികം മാത്രമാണ്. ഭൗതികമായ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ എന്താണ്? ഒരു മനുഷ്യന് എത്ര സമ്പത്തുണ്ട്, അവൻ്റെ ഉള്ളിലുള്ള സമ്പത്ത് കാണുവാൻ ലോകത്തിൻ്റെ കണ്ണില്ല. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്, കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പം നാം മനസ്സിലാക്കേണ്ട, ആദ്യം നമ്മുടെ ഉള്ളിൽ ഈ വില തീരാത്ത മറഞ്ഞു കിടക്കുന്ന നിധിയുണ്ട്. 2, അതവിടെ സ്ഥാപിച്ചത് ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ അവഗണിക്കുവാൻ അവകാശമില്ല. ഇത്രയുമാണ് ഞാൻ ഇതുവരെ പറഞ്ഞതിൻ്റെ സാരാംശം. ഇത് വളരെ വ്യക്തമായി നമ്മുടെ ഹൃദയത്തിൽ പതിയേണ്ടതിനാണ് ഞാനിത് പതുക്കെ പല വിധത്തിൽ കുറച്ച് സമയമെടുത്ത് ഇത് അവതരിപ്പിക്കുന്നത്. പലരും വിചാരിക്കും ഞാൻ റാംബ്ലിംഗ് ആണെന്ന്, ഞാൻ അങ്ങ് പടപ്പ് തരുന്നതാണ്. അല്ലല്ല, അത് മനഃപൂർവ്വം ഞാൻ ചെയ്യുന്നതാണ്. കാരണം ഒരു അധ്യാപകനായ ജോലി ചെയ്ത് എനിക്കറിയാം, ഒരാശയം അവതരിപ്പിക്കുമ്പോൾ അത് ഹൃദയത്തിൽ പതിയുന്നതിന് കുറേ സമയം അനുവദിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്രകാരം ഉള്ള ഒരു സമീപനം കൈക്കൊള്ളാം. അല്ലെങ്കിൽ പോയിൻറ്റ് 1 2 3 4 5 എന്ന് അവതരിപ്പിക്കാൻ അറിയാൻ കഴിഞ്ഞിട്ടല്ല. ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ നടത്താൻ അറിയാൻ കഴിഞ്ഞിട്ടല്ല. അതുകൊണ്ട് പ്രയോജനമില്ല. അത് സൗകര്യമെന്ന് തോന്നും, പക്ഷേ അത് ഹൃദയത്തിൽ പതിയണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവായി പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് എടുത്ത് അതിനെപ്പറ്റി ചിന്തിച്ച് ധ്യാനിച്ച്
അതിൻ്റെ നന്മകൾ പ്രാപിപ്പാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സോ ദൈവം ഈ അടിത്തറ സ്ഥാപിച്ചു, അല്ലെങ്കിൽ ദൈവം ഈ വിത്ത് നമ്മുടെ ഉള്ളിൽ വിതയ്ക്കുന്നു. എപ്പോഴാണ്? നമ്മുടെ ജനനത്തിൽ തന്നെ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ സൃഷ്ടിച്ചു. അതിൻ്റെ അർത്ഥം ദൈവം നമ്മുടെ കൈയും കാലും അല്ലെങ്കിൽ ആക്കി, അല്ലെങ്കിൽ മൂക്കിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആക്കി, അല്ലെങ്കിൽ പുരുകം ഇങ്ങനെ വരച്ചു, അങ്ങനല്ല എൻ്റെ അർത്ഥം. ദൈവം സൃഷ്ടിച്ചത് എന്താണ്? ദൈവം മെടഞ്ഞത് എന്താണ്? അമ്മയുടെ ഗർഭത്തിൽ ദൈവം മെടഞ്ഞത് എന്താണ്? നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയാണ്. ദ യുണീക്നെസ് ഓഫ് അവർ പേഴ്സണാലിറ്റി. അതെന്താണ് യുണീക്നെസ് ഓഫ് പേഴ്സണാലിറ്റി? നമ്മൾ നമ്മളിൽ ഓരോ വ്യക്തിയിലും പ്രത്യേകമായ ദൈവിക ഉദ്ദേശം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രത്യേകത ഉണ്ടാകുന്നത്. ഇത് നമ്മുടെ പ്രത്യേകതയല്ല, ദൈവത്തിൻ്റെ കരുതലിൻ്റെ, പ്രതീക്ഷയുടെ, ഉദ്ദേശത്തിൻ്റെ പ്രത്യേകതയാണ്. എൻ്റെ അർത്ഥം, ദൈവം നമ്മളിൽ കൂടെ നിർവഹിക്കുവാനായി കരുതിയിരിക്കുന്ന ആ ഒരു ദൗത്യം, അതെന്തുമായിക്കൊള്ളട്ടെ, ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, അത് മറ്റൊരാളിൽ കൂടെയും സാധ്യമല്ല. അതാണ് നിങ്ങളുടെ വില. നിങ്ങൾക്ക് പകരം വെക്കാൻ ലോകത്തിൽ മറ്റാരുമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നിർവഹിക്കേണ്ട കടമ ലോകത്തിൽ ആർക്കും മറ്റൊരാൾക്ക് ചെയ്യാൻ സാധ്യമല്ല. അത് നിങ്ങൾ തന്നെ ചെയ്യണം. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കടമ ഞാൻ തന്നെ ചെയ്യണം. മറ്റാരെങ്കിലും ചെയ്തോളും എന്ന് വിചാരിക്കാൻ എനിക്ക് അവകാശമില്ല, സ്വാതന്ത്ര്യമില്ല. ചെയ്തേ മതിയാകും. എന്താണ്? അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നാം വളരുന്നുള്ളൂ. വളരുക എന്ന് പറഞ്ഞാൽ നാം യഥാർത്ഥമായ നമ്മളായിത്തീരുന്നുള്ളൂ. നാം ആരായിത്തീരണമോ അതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ്. ഇപ്പോൾ നമ്മളൊരു ഒരു വ്യക്തിയുടെ പടം വരയ്ക്കുമ്പോൾ രണ്ട് കാല് വരച്ച് വെച്ചു, അതുകൊണ്ട് വ്യക്തിയായില്ലല്ലോ. നാം ഇപ്പോൾ വരച്ച 2 കാലുകളാണ്. വളരണം. അപ്പോൾ ആ വളരുന്നതിന് വേണ്ടിയുള്ള മാർഗം എന്താണ്? നമ്മെപ്പറ്റിയുള്ള പ്രത്യേകമായ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ത് എന്ന് മനസ്സിലാക്കി അതിന് നമ്മെ തന്നെ സമർപ്പിച്ച് അത് പൂർണ്ണമായി നിർവഹിക്കത്തക്കവണ്ണം നമുക്ക് ആവശ്യമായ വളർച്ച, കഴിവിൻ്റെ വളർച്ച, അത് പ്രാപിക്കത്തക്കവണ്ണം അതിനുവേണ്ടി അധ്വാനിക്കുന്ന ഒരവസ്ഥയിൽ മാത്രമേ നാം യഥാർത്ഥ മനുഷ്യരായിത്തീരുന്നു. ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ പ്രാപിക്കാത്തടത്തോളം കാലം നമുക്ക് നമ്മെ തന്നെ യാതൊരു ബഹുമാനവും വിലയും തോന്നുകയില്ല. നമ്മെപ്പറ്റി അപകർഷതാബോധം മാത്രമേ തോന്നുകയുള്ളൂ. നമുക്ക് നമ്മെപ്പറ്റി അപകർഷതാബോധം തോന്നിയാൽ നമ്മുടെ കൂടെ വസിക്കുന്നവർ നമ്മളെ എങ്ങനെ ബഹുമാനിക്കും, എങ്ങനെ ആദരിക്കും? നമുക്ക് എന്തെങ്കിലും വിലയുണ്ടെന്ന് അവരെങ്ങനെ മനസ്സിലാക്കും? നമ്മുടെ ഉള്ളിൽ നിന്ന് വെളിച്ചമല്ലേ പകരേണ്ടത്? അങ്ങനെയാകുമ്പോൾ ആ വെളിച്ചം ഭവനത്തിൽ മുഴുവൻ നിറയുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ അസ്തിത്വം, നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളും കാംക്ഷിക്കും. അയ്യോ, എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ വന്നല്ലോ, എൻ്റെ വല്യപ്പൻ വന്നല്ലോ എന്ന് പറയുമ്പോൾ അവിടെ സന്തോഷമുണ്ടാകണം. അനുഭവം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ കന്യാമറിയാമുണ്ടായിരുന്നു. ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അത് ഇതുകൊണ്ടാണ്, ഞാൻ ഈ പറയുന്ന കാര്യം കൊണ്ടാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെയും അടിസ്ഥാന മർമ്മം എന്താണ്? നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അത് മാത്രമല്ല, ആ വെളിച്ചത്തെ കൂടുതൽ സാധൂകരിക്കുന്നതിനും ശക്തീകരിക്കുന്നതിനും വേണ്ടി നമ്മുടെ ഉള്ളിൽ യേശുവുണ്ട്. അതല്ലേ യേശു പറഞ്ഞത്, ഐ വിൽ അബൈഡ് ഇൻ യു. യോഹന്നാൻ്റെ സുവിശേഷം 14-4 വാക്യം, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. ഞാൻ ആരാണ്? ലോകത്തിൻ്റെ വെളിച്ചമാണ്. നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചവും ലോകത്തിൻ്റെ വെളിച്ചമായ യേശുവും ഒന്നായിത്തീരുന്ന അവസ്ഥ, അതാണ് പരിശുദ്ധാത്മാവിൻ്റെ അവസ്ഥ. അതാണ് വിശ്വാസത്തിൻ്റെ ശക്തി നാം അനുഭവിക്കുകയും മറ്റുള്ളവർ അനുഭവിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ അനേക ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല, സമയത്തിൻ്റെ പരിധി കൊണ്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. അപ്പം അതുകൊണ്ട് ഈ ഒരവസ്ഥയിൽ, ഈ സക്രിയമായ അവസ്ഥയിൽ, അതായത് നമ്മെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ പ്രത്യേകമായ സൂക്ഷ്മമായ ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ച് ആ ഒരു ദിശയിലേക്ക് നാം അനവരതം സർവശക്തിയും ഉപയോഗിച്ച് ഓടിക്കൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വം നാം അറിയാതെ രൂപീകരിക്കപ്പെടുന്നു. നാം ലോകത്തിൻ്റെ വെളിച്ചമായിത്തീരുന്നു.
അപ്പോൾ മാത്രമാണ്, ആ പ്രക്രിയയിൽ മാത്രമേ നമുക്ക് സൽഗുണപൂർണ്ണത എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് പോകാൻ സാധ്യമാകുകയുള്ളൂ. അനേകം പേര്, നൂറുകണക്കിന് പേരെന്നോട് ചോദിച്ചിട്ടുണ്ട്, യേശു പറയുന്നത് നിങ്ങൾ സൽഗുണപൂർണ്ണരാകുവാൻ. പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ പറയുമ്പോൾ കുറച്ചുകൂടെ പേടിക്കും. ബി പെർഫെക്റ്റ് ഈവൻ ആസ് യുവർ ഫാദർ ഇൻ ഹെവൻ ഈസ് പെർഫെക്റ്റ്. അപ്പോൾ ഞാൻ ചോദിക്കും, ഈസ് ഇറ്റ് പോസിബിൾ ടു ബി പെർഫെക്റ്റ്? എന്താണ് യേശു പറയുന്നത്? ഒരു മനുഷ്യന് പെർഫെക്റ്റ് ആകാൻ ഒക്കുമോ? ദൈവത്തിന് മാത്രമല്ലേ പെർഫെക്ഷൻ ഒക്കത്തുള്ളൂ. പക്ഷേ മനുഷ്യന് പെർഫെക്റ്റ് ആകും. അതിങ്ങനെയാണ് ദൈവം വിഭാവന ചെയ്തിരിക്കുന്നത്. എനിക്കതിനകത്ത് യാതൊരു സംശയവുമില്ല. ഉടത്തിരുന്ന് കണ്ണുടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യാതെ, ജീവിതത്തിൽ ഒന്നും ചെയ്യാതെ, സ്വന്തം വ്യക്തിത്വത്തിന് വിലമതിക്കാതെ, അതെന്താണെന്ന് പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, ഞാൻ പാപിയാണ് എന്ന് ആരാണ്ടൊക്കെ പറഞ്ഞത് മാത്രം കേട്ട് തത്തുപോലെ ഉരുവിട്ട് അങ്ങനെ ഇരുന്നാൽ എന്ത് പറ്റുക? അങ്ങനെ ഇരിക്കുന്നവർക്ക് ഇത് വിശ്വസിക്കാൻ പ്രയാസമാണ്. പക്ഷേ അത് വിശ്വാസിയാണ്. നമ്മളാരാണ്? യേശു പറഞ്ഞത് ഒന്നും വിശ്വസിക്കാത്ത വിശ്വാസിയാണ്. ഇതൊരു വിരോധാഭാസമാണ്. എന്താണ് ജനം മനസ്സിലാക്കാത്തത്? ആരാണ് വിശ്വാസി? യേശു പറഞ്ഞ കാര്യങ്ങൾ ഈ ലോകത്തിൽ പ്രാവർത്തികമാണെന്നും അതിനുവേണ്ടി ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന ആത്മാർത്ഥമായി ആത്യന്തികമായി ഒരു നിലപാടെടുക്കുവാൻ കഴിവുള്ളവൻ മാത്രമാണ് വിശ്വാസി. മാത്രമാണ്. ഇപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനലിലുള്ള എൻ്റെ സഹോദരങ്ങളോട് ചോദിക്കട്ടെ, നമ്മളുടെ ഈ ഒരു പ്രസ്ഥാനം കൊണ്ട്, ഇതൊരു ആത്മീയമായ പ്രസ്ഥാനമാണ് എന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയമില്ല. നമ്മുടെ ഈ പ്രസ്ഥാനം കൊണ്ട് ക്രിസ്തീയ സമൂഹത്തിലും കേരളത്തിലും മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഒരു വ്യത്യാസം വരുത്തുവാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ വിശ്വാസത്തിൻ്റെ നായകനായ യേശു പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ അത് മാറിപ്പോകും. ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും വിശ്വസിക്കണം. എന്നാൽ വിശ്വസിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ മുഖമുദ്രയായ പ്രവർത്തന സ്വഭാവം, വിശ്വാസം ജീവൻ പിടിക്കുന്നത് പ്രവൃത്തിയിൽ കൂടെയാണ്. വിശ്വാസമനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ആ വിശ്വാസത്തിന് അർത്ഥമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഉദാഹരണമായിട്ട് നിങ്ങളൊരു വീഡിയോ കണ്ടു, അതിൽ നിന്ന് പ്രാപിച്ച തിരിച്ചറിവുകൾ അധികമൊന്നുമില്ല, 1 or 2 ആയിരിക്കും. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രയോജനമുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കി, അതുകൊണ്ട് നന്മ വരുമെന്ന് ഒരു തോന്നലുണ്ടായി. അത് 2 പേരിലെത്തിക്കുക, 3 പേരിലെത്തിക്കുക, 5 പേരിലെത്തിക്കുക, അത് ചെയ്യാവുന്ന കാര്യമാണല്ലോ. നാം പലവിധമായ സംസാരം, സോഷ്യൽ കോൺവെർസേഷൻ നടത്തുന്നു. ഇതിലൊന്നും ദൈവികമായ ഒരു വാക്ക് പോലുമില്ല. അതൊന്ന് മാറ്റിക്കൂടെ? എൻ്റെ കൂടെ പഠിച്ച ജോർജ് ബഹനാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങളെപ്പോഴെങ്കിലും ജോർജ് ബഹനാനെ കാണുമ്പോൾ ചോദിക്കണം, ഞങ്ങൾ കോളേജിൽ പഠിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ആ കാര്യമൊക്കെ മറന്നു, പക്ഷേ ഈയിടെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, അന്ന് BA ഫസ്റ്റ് ഇയറിലൊക്കെ പഠിക്കുമ്പോൾ കണ്ടാൽ ആദ്യം എൻ്റെ ചെവിയിൽ താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് വേദപുസ്തകത്തിലെ കൊട്ടേഷൻസാണ്, യേശുവിൻ്റെ വാക്കുകൾ. ഞാൻ സുവിശേഷം കാണാൻ പഠിക്കുമായിരുന്നു. അതിമനോഹരമായ ഭാഷ. ഞാൻ മലയാളം പഠിച്ചത്, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത് വേദപുസ്തകത്തിൽ നിന്നാണ്. വായിച്ച് കാണാൻ പഠിച്ച അതെൻ്റെ രക്തത്തിലും മാംസത്തിലുമായി. അപ്പോൾ ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോട് എനിക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ അന്ന് പഠിച്ച മനോഹരമായ വാക്യങ്ങൾ, അത് 10 വാക്യമായിരിക്കും, ചിലപ്പോൾ ഒരു ചാപ്റ്റർ മുഴുവനുമായിരിക്കും, ഞാനത് അവന് ചൊല്ലിക്കൊടുക്കും. ഇപ്പോഴും അദ്ദേഹം ഓർത്ത് പറയാറുണ്ട്. അത് വളരെ സഹായിച്ചെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്ന കാര്യമുണ്ട്. നമ്മൾ ബിഷപ്പാകണമെന്നില്ല, അച്ഛനാകണമെന്നില്ല, കർദിനാലാകണമെന്നില്ല, ഒന്നും വേണ്ട. നമുക്കൊരു ടൈറ്റിലിൻ്റെ ആവശ്യമില്ല, 1 രൂപയുടെ ആവശ്യമില്ല, ദൈവവേല ചെയ്യാൻ 1 രൂപയുടെ ആവശ്യമില്ല എന്നതാണ് എൻ്റെ കണ്ടുപിടുത്തം. എന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ ഞാൻ പറയട്ടെ, കാശ് എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു അവിടെ ഒന്നും ആത്മീയതയില്ല, ദൈവികതയില്ല, സത്യസന്ധതയില്ല, മനുഷ്യത്വമില്ല. ഇതെൻ്റെ ആത്യന്തികമായ വിശ്വാസമാണ്. ഈയിടെ 3-4 പേര് എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഇങ്ങനെയൊരു ചാനൽ നടത്താൻ വലിയ ചിലവുണ്ടെന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു, ഇതിന് 1 രൂപ ആരും തരേണ്ടതില്ല, 1 രൂപ ഒരു കാലത്തും. കാരണം രൂപ ഇല്ലാതെ ദൈവവേല ചെയ്യാൻ ഒക്കുമെന്നാണ് ഞാൻ നടത്തിയ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. ഇപ്പോൾ മാത്രമല്ല, 1983 തുടങ്ങിയ കണ്ടുപിടുത്തമാണ്. അതിൽ ഞാൻ ഉറച്ചു നിന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇത് സാധ്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ദൈവ നിശ്ചിതമായ ഒരു ദൗത്യം ഇത് ആരംഭിച്ചിരിക്കുന്നത്. എന്താണ്? നമ്മുടെ വിശ്വാസ സമൂഹത്തിലൊരു ഉണർവുണ്ടാകണം, ഒരു മാറ്റമുണ്ടാകണം, കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ടാകണം. ഈ അധപ്പതിച്ച അവസ്ഥയിൽ നമുക്ക് വീണ്ടും ഉയർത്തെഴുന്നേൽക്കണം. അതുകൊണ്ട് ക്രിസ്ത്യാനി അല്ലെങ്കിൽ വിശ്വാസി കേരളത്തിലുള്ളവർ കേരളം അനുഗ്രഹിക്കപ്പെടണം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? അങ്ങനെ സാധ്യതയുണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രത്യേകമായ യാതൊരു വ്യത്യാസവുമില്ലാത്ത ഈ ഒരു ലക്ഷ്യത്തിൽ നിന്ന് നാം ഒരിക്കലും ഇടത്തോട്ടോ വലത്തോട്ടോ പോകയില്ല. അത് ദൈവത്തെ സാക്ഷ്യപ്പെടുത്തി നിങ്ങളോടുള്ള എൻ്റെ വാഗ്ദത്തമാണ്. പക്ഷേ ഇതിൽ വിമർശനാത്മകത ഉണ്ടാകരുത് എന്ന് നിങ്ങൾ പറയരുത്. കാരണം അസ്വീകാര്യമാകാത്തതിനെ പരാമർശിക്കുമ്പോൾ, when you refer to that which should be unacceptable, അത് വിമർശനാത്മകമായിട്ട് മാത്രമേ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. യേശു പോലും അതാണല്ലോ ചെയ്തത്. ഇപ്പം എൻ്റെ പിതാവിൻ്റെ ആലയം, പ്രാർത്ഥനാലയം നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി. അത് സ്തുതി പറയുകയല്ലല്ലോ, അത് വിമർശനമാണല്ലോ. പുരോഹിതവർഗത്തെ നോക്കി നിങ്ങൾ കപടഭക്തിക്കാരാണെന്ന് പറഞ്ഞു, നിങ്ങൾ വെള്ളം തേച്ച് ശവക്കല്ലറാണെന്ന് പറഞ്ഞു, നിങ്ങൾ സ്വർഗ്ഗരാജ്യത്ത് കടക്കാൻ താല്പര്യമുള്ളവരെല്ലാം മറ്റുള്ളവരെ കടക്കാൻ അനുവദിക്കുകയില്ല. ഇതൊക്കെ അവരെ വിമർശിക്കേണ്ടതിന് പറയുന്നതല്ല. സത്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്ത് എന്ന് അവരും ലോകമെമ്പാടും അറിയുന്നതിന് വേണ്ടിയാണ്. അത് വ്യക്തമായ ധാരണ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഫോർ ദ സേക്ക് ഓഫ് ക്ലാരിറ്റി. പഠിപ്പിക്കുമ്പോൾ ഞാൻ എപ്പോഴും അനുഭവിച്ചിട്ടുള്ളൊരു കാര്യം, ഒരാശയം വ്യക്തമാകണമെങ്കിൽ അതിൻ്റെ കോൺട്രാസ്റ്റ് എന്താണെന്നും കൂടെ അവതരിപ്പിക്കണം. ഇതാ ഇങ്ങനെയൊരു കാര്യം, എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഇങ്ങനെയൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇത് മനസ്സിലാവും, കുറേ കൂടെ മനസ്സിലാവും, വ്യക്തത വരും. അപ്പോൾ വ്യക്തത പ്രാപിക്കുക എന്നതാണ് നമ്മുടെ ഈ ചാനലിൻ്റെ ഒരു പ്രത്യേകമായ കാരണം. അനേക ചാനലുകൾ നമുക്കുണ്ട് എങ്കിലും ആത്മീയ അടിസ്ഥാന അറിവുകൾ, അവയെപ്പറ്റി വ്യക്തത നമുക്ക് നൽകത്തക്കവണ്ണം മറ്റെത്ര ചാനലുകളുണ്ട് എന്നെനിക്കറിയില്ല. ഞാൻ പല ചാനലുകൾ പരതി നടന്ന് തിരിച്ചറിയാൻ വേണ്ടി, കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ നാം ഉള്ളത് ആവർത്തിക്കേണ്ട എന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നും കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. ചില നല്ല ചാനലുകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നടത്തുന്നവരെ ഞാൻ അനുമോദിക്കുന്നു. അവർ ചെയ്യുന്ന സേവനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു പ്രവാചക രുചിയുള്ള വചനത്തിൻ്റെ സത്യത്തെ ഡൈല്യൂട്ട് ചെയ്യാതെ അറിയാൻ തക്കവണ്ണമുള്ള ഒരവസരം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. അതിൻ്റെ അഡ്വാൻറ്റേജ്, അതിൻ്റെ ഗുണഫലം എടുക്കുവാൻ നിങ്ങൾ കൂട്ടാക്കുന്നു എന്നത് ഞാൻ സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് മറ്റുള്ളവരിലും കൂടി എത്തിച്ചേരുവാൻ നിങ്ങൾ ശ്രമിക്കണം. ഇത് സബ്സ്ക്രിപ്ഷൻ്റെ പ്രശ്നമല്ല ഞാനീ പറയുന്നത്. ആരും സബ്സ്ക്രൈബ് ചെയ്യേണ്ട. പക്ഷേ നിങ്ങൾ അറിയുന്ന ഈ കാര്യങ്ങൾ മറ്റുള്ളവരോട് ഒരാശയം 2 ആശയം പറഞ്ഞു കൊടുത്താൽ മതി. അതിനെപ്പറ്റി അവരുമായി ഡിസ്കസ് ചെയ്ത് നിങ്ങൾ 10 മിനിറ്റ് 15 മിനിറ്റിന് വേണ്ടി മാറ്റിവെക്കുമെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ വിവിധമായ വശങ്ങൾ വളർന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ പവർ ഓഫ് ആർട്ടിക്കുലേഷൻ, പവർ ഓഫ് തിങ്കിങ് ആൻഡ് യുവർ സ്റ്റാച്ചർ വിൽ ഇൻക്രീസ് ഇൻ ദി ഐസൈറ്റ് ഓഫ് ദി അതർ. കാരണം ആർക്കെങ്കിലും ആഴമുള്ള ആശയം ഏതെങ്കിലും വ്യക്തിയിൽ നിന്ന് പ്രാപിച്ചാൽ ആ വ്യക്തിയോട് വലിയ ബഹുമാനം ഉണ്ടാകും. നിങ്ങൾ ബഹുമാനിക്കപ്പെടണമെന്നാണ് എൻ്റെ സ്വപ്നം. ഭവനത്തിൽ നിങ്ങൾ ബഹുമാനിക്കപ്പെടണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കണ്ണിൽ നിങ്ങൾ ബഹുമാനിക്കപ്പെടണം. സമൂഹത്തിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നിങ്ങൾ ബഹുമാനിക്കപ്പെടണം. നിങ്ങളതിന് അർഹതയുള്ളവരാണ്. നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചമുണ്ട്. അതിന്ന് പറയും കീഴിലാണെങ്കിൽ അതങ്ങ് മാറ്റണം. വെളിച്ചം പ്രവഹിക്കട്ടെ. ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ. ഇതാണ് എൻ്റെ ഉദ്ദേശം. ഇതിൽ ഉൾപ്പെടുത്തേണ്ട പല കാര്യങ്ങൾ സമയത്തിൻ്റെ പരിധി കൊണ്ട് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. അതിൻ്റെ ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. പലരും
ഈ ഒരു ദൗത്യത്തിൻ്റെ കാര്യം വരുമ്പോൾ പുറകോട്ട് മാറാറുണ്ട്. കാരണം ആത്മവിശ്വാസമില്ലാത്തതുകൊണ്ട്, ദൈവത്തോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആത്മവിശ്വാസമില്ലാത്തതുകൊണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് എൻ്റെ സാക്ഷ്യമായിട്ട് പറയാനുള്ളത്, നാം വലിയ ആളുകളായിട്ടല്ല ദൗത്യം ആരംഭിക്കേണ്ടത്. ദൈവത്തിന് വലിയ ആളുകളെ അല്ല വേണ്ടത്, സാധാരണക്കാരെയാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരനെയാണ്. ഒരു കഴുതയുടെ പുറത്ത് യെരൂശലേമിൽ പോകാമെങ്കിൽ പിന്നെന്താണ്, അതിൽ കൂടുതൽ എന്ത് ഞാൻ പറയാനാണ്? അതാണ് എൻ്റെ പ്രത്യാശ. എനിക്ക് ഏറ്റവും കൂടുതൽ ഉത്തേജനം അല്ലെങ്കിൽ ആത്മധൈര്യം, പ്രോത്സാഹനം നൽകുന്നത് ഈ കഴുതയാണ് വാസ്തവത്തിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാം, എൻ്റെ അനുഭവം ഞാൻ കൂടെ പറഞ്ഞു നിർത്താം. ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളൊരു കാര്യം, വലിയ റിസോഴ്സൊന്നുമില്ലാതെ, വലിയ കഴിവൊന്നുമില്ലാതെ ഒക്കെ ഞാൻ പല സംരംഭങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട്. ആത്മീയമായ, സാഹസികമായ വിധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് ഇത് എവിടെയെങ്കിലും ചെന്ന് എത്തുമോ എന്ന ഒരു സംശയം എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ദൈവകൃപയാൽ മുൻപോട്ട് പോകുവാനും അടിക്കടി മുൻപോട്ട് പോകുവാൻ സാധിച്ചു. എന്നാൽ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓരോ സ്റ്റെപ്പും നാം മുമ്പോട്ട് വെക്കുമ്പോൾ, ഇപ്പം നാളെ എന്നൊരു ദിവസം എനിക്ക് ഉണ്ടാകുകയില്ല എന്ന് വന്ന അവസരങ്ങളുണ്ട്. ഞാൻ നാളെയുടെ പ്രഭാതം കാണുകയില്ല എന്ന് എനിക്ക് ശക്തമായി തോന്നിയ അനുഭവങ്ങൾ പലതാണ്. അത് പറയാൻ പോയാൽ സമയം വിട്ടുപോകും. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ഓരോ സ്റ്റെപ്പിലും ദൈവത്തിൻ്റെ കൃപ അത്ഭുതകരമായി, എന്ന് മാത്രവുമല്ല, നാം വിചാരിക്കാത്ത വിധത്തിലുള്ള റിസോഴ്സസ്, പ്രത്യേകിച്ച് ആളുകളെ ദൈവം അയക്കും. ആ പ്രത്യാശയ്ക്ക് വഴിയില്ല എന്ന് വിചാരിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് ഈ സൂര്യൻ ഉദിക്കുന്നത് പോലെ അന്ധകാരം മാറിപ്പോകും. അങ്ങനെ എത്ര അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തിപരമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ആത്മധൈര്യത്തോടെ സംശയലേശവനെ നിങ്ങളോട് പങ്കിടുവാൻ എനിക്ക് ഇടയാകുന്നത് എന്ന് ദൈവനാമത്തിൽ നന്ദിയോടെ ഞാൻ സൂചിപ്പിച്ചുകൊള്ളട്ടെ. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ആ ചുവടുകൾ മുൻപോട്ട് വെക്കുവാനുള്ള ഒരു ധൈര്യമാണ്. സങ്കടകരമെന്ന് പറയട്ടെ, അങ്ങനെയുള്ള ഒരു പഠിപ്പീരോ പരിശീലനമോ പ്രചോദനമോ സഭാജീവിതത്തിൽ നമുക്ക് കിട്ടുന്നില്ല. ഞാൻ സഭയെ വിമർശിക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് പറയുന്നതല്ല, ഇത് സത്യമാണ്. നാം ആരും വളരുവാനുള്ള ഒരു സാഹചര്യവും, കാരണം സഭാജീവിതം നൂറ്റാണ്ടുകളായി യാന്ത്രികമായി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന അതേ കാര്യങ്ങളുടെ ആവർത്തനം മാത്രമാണ്. മെക്കാനിക്കൽ റെപ്പറ്റീഷൻ ഓഫ് ആൻറ്റിക്വേറ്റഡ്, ഔട്ട്ഡേറ്റഡ് തിങ്സ് അതുപോലെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തെങ്കിലും ചെയ്യുന്നത് പുരോഹിതൻ മാത്രമാണ്. ഭൂരിപക്ഷം വരുന്ന ഈ വിശ്വാസ സമൂഹം അവിടെ കൽത്തൂടമല്ല, ലോത്തിൻ്റെ ഭാര്യയുടെ കൂട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ വളർച്ചയ്ക്ക് എന്ത് സാധ്യതയാണുള്ളത്? അതുകൊണ്ടാണ് വിശ്വാസിക്ക് ലോകത്തെ അഭിമുഖീകരിക്കുവാൻ നട്ടലില്ലാതെ പോകുന്നത്. അതുകൊണ്ടാണ് വിശ്വാസി ഭവനത്തിൽ പോലും ചൂളി വിറങ്ങലിച്ച് നിൽക്കുന്നത്. അതുകൊണ്ടാണ് വിശ്വാസ സമൂഹത്തിൽ പോകുമ്പോൾ കാരമില്ലാത്ത ഉപ്പായിത്തീരുന്നത്. ഇത് നമ്മുടെ അവസ്ഥ പരിതാപകരമാണെന്ന് തിരിച്ചറിയണം. ഇതിൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണം. ആ ഒരു വലിയ പ്രത്യാശയാണ് ഈ യൂട്യൂബ് ചാനലിൽ നമ്മെ നിരന്തരമായി മുൻപോട്ട് പോകാൻ സഹായിക്കുന്നതും നമ്മെ ചിതറിക്കിടക്കുന്ന നമ്മെ ഒരു ആത്മീയ ഭവനമാക്കി തീർത്തിരിക്കുന്നതും എന്ന് ഏവരും തിരിച്ചറിയണം. അതുകൊണ്ട് ദയവായി നിങ്ങളിതിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കുക. എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് പ്രാപിക്കുന്ന ആശയങ്ങൾ മറ്റുള്ളവരേക്ക് പകരുക. ഈ വെളിച്ചം പകരട്ടെ. ഇത് യേശുവിൻ്റെ വെളിച്ചമത്രേ. അതുകൊണ്ട് തന്നെ ഈ വെളിച്ചത്തിൻ്റെ സാക്ഷികളായി എനിക്ക് മർത്തോമാ സഭയുടെ മോട്ടോയോട് വലിയ ബഹുമാനമാണ്. ലൈറ്റഡ് ടു ലൈറ്റൻ, ദീപ്തമാക്കുന്നതിന് വേണ്ടി നമ്മെ ദൈവം ദീപ്തരാക്കി. പക്ഷെ അതെത്രമാത്രം, ആ മോട്ടോ എത്രമാത്രം സഭയുടെ ജീവിതത്തിൽ അർത്ഥവത്തായി തീരത്തക്കവണ്ണം സഭയുടെ ദൗത്യവും സഭയുടെ ജീവിതവും ആത്മീയ സംസ്കാരവും പരിപാലിപ്പിക്കപ്പെടുന്നുണ്ട് എന്നതിനെപ്പറ്റി എനിക്ക് സംശയമുണ്ട്. അതിനുള്ള ചുമതലകളുടെ പ്രത്യേകമായി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും വേണ്ട തിരുത്തലുകൾ സ്വീകരിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനവർ മുതിരുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഏതായാലും നമുക്ക് ഇപ്രകാരമുള്ള ഒരു ഫോറമുണ്ട്, ഒരു ഫെലോഷിപ്പുണ്ട്, നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ആ ഒരു വലിയ അനുഗ്രഹത്തിന് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഇതിൽ നിന്ന് ഉത്ഭവിക്കുന്ന
കർത്തവ്യങ്ങൾ സ്വമേധയായി ഏറ്റെടുത്ത് നിർവഹിച്ച് അതിൽ കൂടെ നമ്മുടെ വ്യക്തിത്വം വളർന്ന് നാം മറ്റുള്ളവരുടെ കണ്ണിൽ വിലയുള്ളവരായി പരിലസിക്കത്തക്കവണ്ണം ദൈവം ഈ ദൗത്യത്തെ അനുഗ്രഹിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഏവർക്കും സ്നേഹം നിറഞ്ഞ എൻ്റെ വന്ദനങ്ങൾ.